ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികയെ ഞാനും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അത് ഇല്ലാതാക്കാൻ പല വിധത്തിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ല, നിങ്ങൾ കുറെ നിയമവശങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ മാർഗങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് നോക്കൂ. പ്രിയങ്ക ഈ നിമിഷം ഇവിടെ നിന്ന് പോയേ പറ്റൂ. അച്ഛാ, ദേ ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. പ്രിയങ്ക വിളിച്ചു ഇവിടെ ഇറങ്ങാൻ നോക്ക്. കുടുംബത്തിന്റെ കാരണവര് പരമേശ്വരനാണല്ലോ. പരമേശ്വരൻ പറ, ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? വരുണിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ന്യായമുണ്ടോ സുകുമാരിയമ്മേ? അവരുടെ ജീവിതം തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നിങ്ങൾ തന്നെയല്ലേ? രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയ വരുണിനെ കൊണ്ട് പ്രിയങ്കയുടെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ആ നിങ്ങളാണോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? അതിനെന്തവകാശം നിങ്ങൾക്കുള്ളത്? അച്ഛാ, ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ടല്ലോ. കൽപ്പന, നീ മിണ്ടായിരിക്കും. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇവിടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി എന്നിവരൊക്കെ ഉണ്ട്. അതിന്റെ മേലെ നിന്റെ ശബ്ദം ഉയരണ്ട. സുകുമാരി, എന്തൊക്കെ ന്യായം പറഞ്ഞ് തടസ്സം നിൽക്കാൻ ശ്രമിച്ചാലും പ്രിയങ്ക ഇവിടെ ഉണ്ടാവില്ല. കണിമംഗലം കുടുംബത്തിന് ഇവളൊരു അധികപ്പറ്റ. അത് മനോനില തെറ്റിയിട്ടായാലും അല്ലാതെ ആയാലും വീഴ്ചിറക്കി കൊണ്ടുപോ മര്യാദയ്ക്ക്. ഓ, അപ്പൊ എല്ലാത്തിന്റെ ഉത്തരവാദി ഞാനാ. വരുണിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ, രാധികയെ കരയിപ്പിച്ചത് ഞാൻ, പ്രിയങ്ക മോളുടെ മാനസിക നില തെറ്റുന്നതിന് വരെ സുകുമാരിയാണ് കാരണം. ഹാ, അപ്പൊ പിന്നെ പരിഹാരവും ഞാൻ തന്നെ കാണണമല്ലോ. ദേവാ, യശോദേ, ഈ വിഷയം ഞാൻ തന്നെ പരിഹരിച്ചോളാം. ഇപ്പൊ തന്നെ പരിഹരിച്ചോളാം. വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരണം. ചേച്ചി, ഇങ്ങോട്ട് ചേച്ചി, വാ മോളെ. വാ ഇങ്ങോട്ട്.